ഹേ ഗായ്സ്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന മിസ്റ്റേക്ക് നിങ്ങൾ ഇപ്പം തന്നെ നിർത്തിക്കോ ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം ഞാൻ ഈ മിസ്റ്റേക്കുകളൊക്കെ കുറേ ചെയ്തിട്ട് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഇത് മിസ്റ്റേക്ക് ആയത്, ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ബേസ് അറിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മാത്സ് ആണ് വിഷയം എങ്കിൽ നിങ്ങൾ മാത്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര നോളേജ് ഉണ്ട്, എത്രയൊക്കെ അറിയാം എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ കാര്യം ശ്രദ്ധിച്ചു. കാരണം ബേസ് അറിയാതിരിക്കുമ്പോൾ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ആ ബേസ് അറിഞ്ഞ് വെക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ട്യൂഷന് പോകുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ട്യൂഷന് പോയിട്ട് ഇങ്ങനെ ഇതാക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് സ്വയം വിലയിരുത്തി പഠിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. കാരണം ഞാൻ ട്യൂഷന് പോകാത്തൊരു കുട്ടിയായിരുന്നു. ഒരു 2 തവണ ഞാൻ ട്യൂഷന് പോയായിരുന്നു. 2 തവണ എന്ന് പറയുമ്പോൾ 2 ദിവസം എന്നുള്ളതാണ്. അതോടുകൂടി ഞാൻ പരിപാടി നിർത്തി. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഇരുന്ന് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം ട്യൂഷന് പോകാതിരിക്കുക. പിന്നെ ഓൺലൈനിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്യൂഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല ഈ ടീച്ചർ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല, ട്യൂഷൻ എടുക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഇതുപോലെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിരുന്ന് നോക്കി പഠിക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് നോട്ട്സുകൾ ഉണ്ടാക്കുക, പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. എല്ലാ കാര്യങ്ങളും കാണാപ്പാടും ഇരുന്നിട്ട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കില്ലേ, അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ അത് നിർത്തിക്കോ, പൊട്ടത്തെറ്റാണ്. കാരണം നമ്മൾ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞിട്ട് +1 +2 ഇപ്പോൾ ഏത് ക്ലാസ്സിലേക്കാണെങ്കിൽ നിങ്ങൾ ജയിച്ച് പോകുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ വല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടും. സോ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതെന്താ സംഭവം എന്നുള്ളത് മനസ്സിരുത്തി വായിച്ച് ഡീപ്പായിട്ട് അതിലിങ്ങ് ഇറങ്ങി ചെല്ലുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ +2 ഒക്കെ പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അടുത്ത കോഴ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ഇപ്പം തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി അനലൈസ് ചെയ്ത് വെക്കുക. എടുത്ത് ചാടരുത്. നിങ്ങളുടെ കഴിവ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധി എല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ അടുത്തയിലേക്ക് എടുക്കാൻ. ഇനി വേറൊരു കാര്യം പറയാം, നിങ്ങൾ എന്തെടുക്കുമ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞു വെക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാനൊക്കെ വളരെ പാടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. കോഴ്സൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ നിങ്ങൾ പൈസയാക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഒരുപാട് വീഡിയോസ് കണ്ടൻസുകളുണ്ട്, അതൊക്കെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക്. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർ, മാത്സ് ഒക്കെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.